അതുപോലെ തന്നെ താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾ. ഇങ്ങനെ 3ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ്, ഹാവിൻറ്റ് യു നോട്ടീസ്ഡ് ദാറ്റ് ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻകം ജനറേറ്റഡ് ഫ്രം എ ജോബ് ആൻഡ് ഫ്രം അതർ സോഴ്സസ്? നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് നമ്മുടെ തൊഴിൽ, അതുപോലെ തന്നെ പല ഇൻകം സോഴ്സസും ഉണ്ടാകും നമുക്ക്. അതിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന, ഓരോ ഫാമിലിക്കും ലഭിക്കുന്ന വരുമാനത്തിൽ നല്ല വ്യത്യാസമുണ്ടാകും എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. ദ ഇനീക്വാളിറ്റി ഇൻ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻകം ലീഡ്സ് ടു ദി എക്കണോമിക് ഇനീക്വാളിറ്റി ഇൻ ദ സൊസൈറ്റി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. എന്താണ്? നമ്മുടെ തൊഴിലിലും അതുപോലെ തന്നെ നമ്മുടെ വരുമാനത്തിലും ഉള്ള വ്യത്യാസം, ഇനീക്വാളിറ്റി, എന്താണ് ഈക്വൽ അല്ലായ്മ അല്ലെങ്കിൽ അസമത്വം, അതെന്തിന് കാരണമായി തീരും? നമ്മുടെ സമൂഹത്തിലെ സാമ്പത്തിക അസമത്വത്തിന് കാരണമായി തീരും. മനസ്സിലായോ? മക്കൾക്ക് ക്ലിയർ ആയോ? ഒന്നും കൂടി പറയാം. എന്താണ്? നമ്മുടെ എംപ്ലോയ്മെൻറ്റിലും അതുപോലെ തന്നെ നമ്മുടെ ഇൻകത്തിലുമുള്ള ഇൻഇക്വാളിറ്റി കാരണം കൊണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ എക്കണോമിക് ഇൻഇക്വാളിറ്റി ഉണ്ടാകുന്നു. ക്ലിയർ ആയോ? ഓക്കെ. Inequality occurs when the available resources in a society are not distributed equally. ഇനി എപ്പോഴാണ് ഈ ഇൻഇക്വാളിറ്റി സമൂഹത്തിൽ ഉണ്ടാവുക? എപ്പോഴാണ് ഈ ഒരു അസമത്വം ഉണ്ടാവുന്നത്? നമ്മുടെ സമൂഹത്തിലെ വിഭവങ്ങൾ, റിസോഴ്സസ് തുല്യമല്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോഴാണ് നമുക്ക് അസമത്വം ഉണ്ടാകുന്നത്. എങ്ങനെയാണ്? ഒന്നുകൂടി പറയാം. എന്താണ്? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് നമ്മുടെ സൊസൈറ്റിയിൽ ഈക്വൽ അല്ലാതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ, വിതരണം ചെയ്യുമ്പോഴാണ് എന്ത് ഉണ്ടാകുന്നത്? ഒക്കെ പറയുന്നത് ഇൻഇക്വാളിറ്റി, അസമത്വം ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ മക്കൾക്ക്? ഇനി എക്കണോമിക് ഇൻഇക്വാളിറ്റി. എങ്ങനെയാണ് എക്കണോമിക് ഇൻഇക്വാളിറ്റി ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലായോ? ഇനി പറയുന്നത് ശ്രദ്ധിച്ചേ. എക്കണോമിക് ഇൻഇക്വാളിറ്റി റെഫേഴ്സ് ടു ദി അൺഈക്വൽ distribution of wealth, unequal distribution of wealth, income or resources among individuals or groups in a society. എക്കണോമിക് ഇനീക്വാളിറ്റി അല്ലെങ്കിൽ സാമ്പത്തിക അസമത്വം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ സൊസൈറ്റിയിലെ ഇൻഡിവിജ്വൽസ്, വ്യക്തികൾക്കിടയിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്സ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലേ, ഒരു സംഘങ്ങൾക്കിടയിലോ അവരുടെ സമ്പത്ത്, വരുമാനം, ഇൻകം ആൻഡ് റിസോഴ്സസ് അല്ലെങ്കിൽ അവരുടെ വിഭവങ്ങൾ എന്നിവയുടെ എന്താണ്? അൺഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ, ഈക്വൽ അല്ലാതെ അസമമായ വിതരണം